ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണ വർക്ക് ഐസൊലേറ്റർ കേബിൾ റേസ് ആവുന്നുണ്ട്. അപ്പോൾ അത് മാറ്റണം. ക്ലച്ച് സൈഡിൽ നിന്നൊരു ചെറിയ സൗണ്ട് വ്യത്യാസം, വണ്ടിക്ക് പിക്കപ്പ് വളരെ കുറവായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ ബ്രേക്ക് ചെക്കപ്പ്, സെൽഫ് ചെക്കപ്പ്, എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയാൽ ക്ലച്ച് സൈഡിൽ നിന്നുള്ള ഒരു പ്രോബ്ലമാണ് വണ്ടിക്ക് വലിയ അത്രയും കുറവ് വരാനുള്ള കാരണം. അപ്പോൾ നമ്മളത് ക്ലച്ച് സൈഡ് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അതിൻ്റെ വരുന്ന വീലുകളൊക്കെ ഡാമേജാണ്, മൊത്തം ഡാമേജിലേക്ക് പോയേക്കാം. വേരിയേറ്റർ ബോഡി എന്ന് പറയും, ഇത് ഓട്ടോ ക്ലച്ചിൻ്റെ ഉള്ളിലുണ്ട്. സി വി ടി ക്ലച്ചിൻ്റെ മെയിൻ മൂവ്മെൻറ്റുള്ള പാർട്സുകളിൽ പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ രണ്ടായിട്ടും തന്നെ നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ റോളർ സെറ്റ്, അതിൻ്റെ റോളർ, ഈ പി സെറ്റ് സ്ലൈഡ്, അത്രയും ഭാഗം ഫ്രണ്ടിലത്തെ സെക്ഷൻ മാറ്റി പുതിയത് ഇട്ടാലാണ് ആ ഭാഗം റെഡി ആവുള്ളൂ കേട്ടോ. പിന്നെ ക്ലച്ച് യൂണിറ്റ് ബാക്കിലത്തെ നമ്മൾ അഴിച്ച ക്ലച്ച് ഷൂ അടക്കം വരുന്ന യൂണിറ്റ് ഫുള്ളായിട്ട് അഴിച്ചിട്ടുണ്ട്. അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ബെൽറ്റ് നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. കമ്പനി ബെൽറ്റ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് കിടക്കണേ, വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. അതങ്ങനെ ഉപയോഗിച്ചാൽ മതി. കിക്കർ വീലും നമുക്ക് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെയുള്ളത് ക്ലച്ചിൻ്റെ ഉള്ളിൽ തന്നെ 2 ഓയിൽസിൽ ലീക്കാണ്. ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽസിൽ ലീക്കുണ്ട്, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽസിൽ ലീക്കുണ്ട്. അപ്പോൾ അത് കാര്യമായിട്ട് പുറത്തേക്ക് വലിച്ചിട്ടില്ല. പക്ഷേ അത് നമ്മൾ കൂട്ടത്തിൽ കൂടെ കൈയോടെ മാറ്റി ചെയ്യുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ ബാക്കിയത്തൊക്കെ സെറ്റ് ചെയ്ത് പോകുമ്പോൾ പിന്നെ ആ ഓയിൽ സീൽ ലീക്കായിട്ട് വീണ്ടും നമ്മൾ കഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ 2 ഓയിൽ സീലും കൂടി ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഞ്ചിൻ ഓയിൽ നമ്മൾ ലെവൽ നോക്കുമ്പോൾ സ്റ്റിക്കിൽ ലെവൽ കാണുന്നുണ്ടായില്ല. അപ്പോൾ അത് എത്രത്തോളം ഓയിൽ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് മൊത്തം ഊറ്റി കഴിഞ്ഞപ്പോൾ ആകെ 300 മില്ലി ഓയിലുള്ളൂ. അപ്പോൾ ഈ ഓയിലിലേക്ക് പുതിയ ഓയിൽ ഒഴിക്കണതിന് നല്ലത് മൊത്തത്തിൽ എഞ്ചിൻ ഓയിൽ മാറ്റി പുതിയത് ഫില്ല് ചെയ്യണതാണ്. അപ്പോൾ ലെവൽ ഇത്രയും കുറഞ്ഞ് പോകുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും വണ്ടിക്ക് ഏതെങ്കിലും കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെന്നുള്ളത്. കാരണം ഇപ്പോൾ നമ്മൾ സാധാരണ ഓയിൽ മാറ്റേണ്ട ടൈമിൽ മാറ്റാതെ കൊണ്ട് കുറഞ്ഞാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. ഇനി അതല്ല വല്ല ഓയിൽ കത്തി കുറഞ്ഞ് പോകുന്ന കേസാണോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിലവിൽ ശരിക്കും ഓയിൽ ലെവൽ കുറഞ്ഞ് കൂടുമ്പോൾ ഉറപ്പായിട്ടും സിലിണ്ടർ പിസ്റ്റൻ്റെ ഭാഗത്ത് ഡാമേജ് കാര്യങ്ങൾ വരും. ഇനി അത് എത്രത്തോളം ഡാമേജ് വന്നിട്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തവണ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റാം. പുതിയ ഓയിൽ ഒഴിച്ചതിന് ശേഷം 1 മാസം ഓടി കഴിഞ്ഞ് വന്നിട്ട് ഓയിൽ വീണ്ടും ചെക്ക് ചെയ്യാം. വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം ലെവൽ കുറവുണ്ട്. ഇപ്പോൾ നമ്മൾ ഒഴിക്കുന്നത് 800 മില്ലി ഓയിലാണ്. ഏകദേശം ഒരു 50 മില്ലി വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. ഒരു 100-150 മില്ലി അല്ലെങ്കിൽ 200 മില്ലിയൊക്കെ കുറവുണ്ടെങ്കിൽ അതൊരു കംപ്ലയിൻ്റ് ആണ് കേട്ടോ. കാരണം അത് നമ്മൾ ശ്രദ്ധിക്കാതെയും പരിഹരിക്കാതെയും വിട്ട് കഴിഞ്ഞാൽ അത് മേജർ കംപ്ലയിൻറ്റ്, എഞ്ചിൻ പിടിക്കുന്ന സിറ്റുവേഷനിലേക്കൊക്കെ പോകാനൊരു കാരണമാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല റേസിംഗ് ആണ്. അപ്പോൾ ആക്സിലേറ്ററിൻ്റെ കേസ് നമുക്ക് മാറ്റി കേബിൾ മാറ്റി പുതിയതിടണം. സെൽഫ് എടുക്കാത്തതിൻ്റെ കാരണം ബാറ്ററി തീരെ ചാർജ് കുറവാണ്. 2024 മോഡൽ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. ആമറോണിൻ്റെ ബാറ്ററിയാണ്. ഞാൻ അത് അഴിച്ച് ഫുൾ ചാർജിലേക്ക് ആക്കി ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു സെക്കൻഡ് നമ്മൾ വേറൊരു ബാറ്ററി വെച്ചിട്ട് ചെക്ക് ചെയ്തിരുന്നു. കംപ്ലയിൻ്റ് വെച്ചാൽ ബാറ്ററി ചാർജ് ഇറങ്ങി പോകാനുള്ള കാരണം റെക്ടിഫയർ യൂണിറ്റിൻ്റെയാണ്. അപ്പോൾ റെക്ടിഫയർ മാറ്റിയിട്ട് ബാറ്ററി ചാർജ് ചെയ്ത് വെച്ചാലാണ് നിൽക്കുള്ളൂ. ഇനി അതിന് ശേഷം ബാറ്ററിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്കത് വാറണ്ടിയിൽ ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. കാരണം ഇതിന് വാറണ്ടി പീരീഡ് ഉള്ള ബാറ്ററി ആയിരിക്കും. അപ്പോൾ ഇത്ര കേസാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഒന്ന് ഷെയർ ചെയ്തിടാം. വീഡിയോ കണ്ടേന്ന് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.